ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പേർക്കും വേഗം വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ, നമ്മുടെ പ്രാണന് അതിൽ വേണ്ടിയത് പ്രാപിച്ചെടുക്കുവാൻ ഇന്നത്തെ ഈ അവസരം കർത്താവ് അനുഗ്രഹിച്ചു നൽകട്ടെ. നമുക്കിന്ന് ആലോചനയ്ക്കായി ഒരു വചനഭാഗം വായിച്ച് കർത്താവിൻ്റെ വാദപീഠത്തിലായിരിക്കാം. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, അതുപോലെ തന്നെ ദൈവത്തിന് ഒരു എതിരാളിയുണ്ട്, അവനും അവൻ്റെ ഇഷ്ടവും. ഇങ്ങനെ രണ്ട് ചേരി തിരിഞ്ഞിട്ടുള്ള യുദ്ധത്തിൻ്റെ മധ്യത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. ദൈവം തൻ്റെ ഇഷ്ടത്തിൽ എന്താ വേണ്ടതെന്നുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നൽകുന്നു. അതിന് വചനം പറയുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നമ്മൾ പ്രവർത്തിക്കുന്നത്. ദൈവമാണ് നമ്മിൽ ഇച്ഛ കൊണ്ടുവരേണ്ടത്. നമ്മിൽ ഇച്ഛയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടം വിട്ടുകളയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതിനാൽ നമുക്കൊരു നന്മ ഉണ്ടാകാതിരിക്കുകയില്ല. കാരണം അതിന് വചനം പറയുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തെന്നാൽ മനുഷ്യന്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇനി മറ്റൊന്നുണ്ട്, ദൈവത്തിൻ്റെ എതിരാളിയുടെ ഇഷ്ടം. ദൈവത്തിൻ്റെ എതിരാളി ഇഷ്ടപ്പെടുകയല്ല, മോഹിക്കുകയാണ്. മനുഷ്യന്റെ ഹൃദയത്തിലായി ഈ 3 കാര്യങ്ങളും വരുന്നത്. ഈ 3-ന്റെയും മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടവൻ അവന്റെ മനസാക്ഷിയാണ്. അവനാണ് തീരുമാനിക്കേണ്ടത്. ഈ 3 ആഗ്രഹങ്ങളും അവനിലുണ്ട്. ഈ 3 ആഗ്രഹങ്ങൾ പരിശോധിച്ചതിന് ശേഷം ദുഷ്ടൻ കൊണ്ടുവരുന്ന മോഹങ്ങൾ അതിന് വേണ്ട, മോഹത്തിന് കീഴ്പ്പെടാതെ അതിനെ നീക്കിക്കളഞ്ഞു. സ്വന്തം ഇഷ്ടം പരിശോധിച്ചു, ദൈവത്തിന്റെ ഇഷ്ടവും പരിശോധിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നുവെങ്കിൽ എന്നേക്കും ഇരിക്കും. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. അപ്പൊ തൻ്റെ ഇഷ്ടവും വിട്ടു, ദൈവത്തിന്റെ എതിരാളിയുടെ മോഹവും തള്ളിക്കളഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടം ആര് പ്രവർത്തിക്കുന്നുവോ അവർക്കുള്ളതാണ് നിത്യജീവൻ. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്കത് സൂക്ഷ്മതയോടെ ചിന്തിച്ചാൽ അത് മനസ്സിലാവും. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ബാധകമാണത്. ചില മനുഷ്യര് മോഹത്തിന് കീഴ്പ്പെടും,
അതിനും പറയുന്നത് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോവുള്ളൂ. കാരണം മോഹിക്കുന്നവൻ ദൈവത്തോട് ദ്രോഹം ചെയ്യുന്നവനാണ്. കാരണം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് ശത്രു മോഹം കൊണ്ടുവരുന്നത്. അവൻ നിലനിൽക്കില്ല. അതുകൊണ്ട് മോഹം വന്നാൽ അത് പാപമാണെന്നറിഞ്ഞ് അപ്പോഴേ തന്നെ വിട്ടുകളഞ്ഞോളണം. അടുത്ത വിഷയം, തന്റെ ഇഷ്ടം. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു ഇഷ്ടമുണ്ട്. യേശുവിന് പോലും ഉണ്ടായിരുന്നു. യേശുവിന് പോലും ഉണ്ടായിരുന്നു. തെളിവെന്താ? യേശു പറഞ്ഞു, പിതാവെ, കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങി എന്നിൽ നിന്ന് നീങ്ങിപ്പോണം. കാൽവരിയിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത നീക്കിത്തരാൻ യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അതല്ല. ഈ കാൽവരിയിൽ കൂടി അനവധി കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തു തീർക്കാനുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയല്ല, കാൽവരിയിൽ യാഗമായി തീരണമെന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയായി? യേശുവിന്റെ സ്വന്തം ഇച്ഛയായി, ദൈവത്തിന്റെ ഇച്ഛയായി. നമ്മൾ വേറൊരു ഇച്ഛ പറഞ്ഞു, എതിരാളിയായ സാത്താന്റെ മോഹം. അത് യേശുവിനില്ല. അത് യേശുവിന്റെ അകത്തേക്ക് വരില്ല, ഹൃദയത്തിലില്ല. കാരണം പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ യേശു. നമ്മുടെ ഉള്ളിൽ, സാധാരണ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പോലെ 3 ആഗ്രഹങ്ങൾ, 3 ഇച്ഛകൾ, 3 പ്രവർത്തനത്തിനുള്ള പ്രേരണകൾ യേശുവിനില്ല. യേശുവിൽ ഇത് രണ്ടേ ഉള്ളൂ. ഒന്ന് സ്വന്തം ഇച്ഛ, 2 ദൈവത്തിന്റെ ഇച്ഛ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഇച്ഛ യേശു. അത് സാധ്യമല്ലാതെ വന്നപ്പോഴാണ് പത്രോസിൽ കൂടി സാത്താൻ പരിശ്രമിച്ചത്. സാത്താൻ പത്രോസിനെ ഒന്ന് പിടിച്ചു. പിടിച്ചതിന് ശേഷം യേശുവിനോട് പറഞ്ഞു, യേശുവേ, കർത്താവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. ഏത്? കാൽവരിയിലെ യാഗം സംഭവിക്കാൻ പോകുന്നത് നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് അമർച്ചയായിട്ട് പത്രോസ് യേശുവിനോട് പറഞ്ഞു. യേശു നോക്കിയപ്പോ സാധാരണ മനുഷ്യന്റെ ഉള്ളില് കയറി പ്രവർത്തിക്കാൻ കഴിയും. ഉള്ളിലൊരു ചിന്ത കൊണ്ടുവരും, അയ്യോ, ഈ കാൽവരിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, മനുഷ്യ സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി, അത്രയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ ഉള്ളിൽ തോന്നിക്കാം. പക്ഷെ ഇത് യേശുവിൻ്റെ ഉള്ളിൽ തോന്നിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ പത്രോസിനെ പിടിച്ചത്. പുറമേ എന്ന് പറഞ്ഞു, യേശുവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. അപ്പൊ അവിടെ 3 ഇച്ഛയുണ്ടായി. അകത്ത് പറ്റാത്തത് കൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. യേശു നോക്കിയപ്പോ ഇതാരെന്നറിയാം? സാത്താനാണ് പറയുന്നത്. പത്രോസിനെ പിടിച്ചിരിക്കുന്നത് സാത്താനാ. യേശു പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോകും. നീ ദൈവത്തിനുള്ളതല്ല, മനുഷ്യർക്കുള്ളത് തന്നെ കാക്ഷിക്കുന്നു. നിന്റെ ഇച്ഛ വേറെയാ, മാറിപ്പോകാൻ പറ. അപ്പോ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നു. ദാവീദ് ഒരു സ്ത്രീയെ കണ്ട്, അവൾ കുളിക്കുന്നത് കണ്ട് മോഹിച്ചു. നല്ല സൗന്ദര്യായ സ്ത്രീ. അവന്റെ ഹൃദയത്തിൽ അപ്പൊ തന്നെ ദൈവത്തിന്റെ എതിരാളിയായ സാത്താൻ അവന്റെ ഉള്ളിൽ മോഹിപ്പിച്ചു. അവൻ നോക്കിയപ്പോ അത് നല്ലതാ, നല്ലൊരു സ്ത്രീ, അത് എടുത്താൽ കൊള്ളാന്ന് അവനും തോന്നി. എന്നാൽ ദൈവം പറഞ്ഞു, അരുത്, നിന്റെ സഹോദരനാണ്, നീതിമാന്റെ നിന്റെ ഭാര്യയാണ്, നിന്റെ ഭാര്യ എടുക്കാൻ പാടില്ല, മോഹിക്കാൻ പാടില്ല, അവനുള്ളത് ഒന്നും തൊടാൻ പാടില്ല. 3 ആഗ്രഹങ്ങൾ ദാവീദിന്റെ ഉള്ളിലുണ്ടായി. യേശുവിന് 2 ആഗ്രഹങ്ങളുണ്ടായി, ഒരെണ്ണം പുറത്തുനിന്നുണ്ടായി. ഈ സമയത്ത് ഉള്ളിൽ നിന്ന് പൊങ്ങി വന്ന ആ മോഹം അപ്പോൾ തന്നെ ശാസിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകും. ശാസിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഈ മോഹം അങ്ങ് പൊക്കോളും. അത് ചെയ്തില്ല. അതിന് പകരം എന്ത് ചെയ്തു? മോഹത്തിന് കീഴ്പ്പെട്ടു, താനും അതിന് പക്ഷം നിന്നു. ദൈവം അരുതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഇച്ഛയെ നിരസിച്ചു കളഞ്ഞു.
അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ നിരസിച്ച് ഹിത്തിനായി ഉരിയാവിന്റെ ഭാര്യയെ എടുത്തു. കാരണം മോഹത്തിന് കിടങ്ങി ദൈവേഷ്ടത്തിന് വിരുദ്ധം നിന്നു. സ്വന്തം ഇഷ്ടവും അതിന് കൂട്ടുന്നു. ഇതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള ഉത്തരവാദിത്തമാണ് ഈ 3 കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ്, ഈ 3 കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് അറിഞ്ഞതിന് ശേഷം ദൈവേഷ്ടത്തിന് കീഴടങ്ങുന്നവൻ നിത്യജീവനെ പ്രാപിക്കും. മോഹത്തിന് കീഴടങ്ങുന്നവൻ മരണത്തെ പ്രാപിക്കും. സ്വന്തം ഇഷ്ടത്തിന് പോകുന്നവൻ അതിൻ്റെതായ ദുഃഖം അനുഭവിക്കും. നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവിന്റെ വചനം പറയുന്നത്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദുഷ്ടന്റെ ഇഷ്ടം, ദുഷ്ടന്റെ മോഹം, അത് അനുസരിച്ചു കഴിഞ്ഞാൽ മരണം. സ്വന്തം വഴിക്ക് പോയി കഴിഞ്ഞാൽ കഷ്ടത, നഷ്ടം. എന്നാൽ ഇതാ, ഇച്ഛിക്കുന്ന ഒരുവൻ, ദൈവം, ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് മനുഷ്യൻ കീഴടങ്ങുന്നുവെങ്കിൽ അവൻ എന്നേക്കും ഇരിക്കും, നിത്യജീവനെ പ്രാപിക്കും.